ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അനീമിയ അല്ലെങ്കിൽ വിളർച്ച മാറാനും ഹൃദയാരോഗ്യത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ചീര വളരെയേറെ നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ പിന്നെ ഇന്ന് നമുക്കൊരു ചീര തോരനായാലോ. ഇവിടെ നമ്മുടെ വീട്ടിൽ ധാരാളം ചീരയുണ്ട്. അതൊന്നും നമ്മൾ നട്ടുപിടിപ്പിച്ചതല്ല. ഇതിന് മുന്നത്തെ വർഷമൊക്കെ ഉണ്ടായതിൻ്റെ വിത്ത് വീണിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കിളുത്ത് വരുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ചീര നിൽക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചീര നമുക്ക് കിട്ടാറുമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചീര ഞാൻ എടുത്തിട്ടൊന്ന് കഴുകി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പച്ചച്ചീര, ചുവപ്പ് ചീര, പിന്നെ മയിൽപ്പീലി ചീര, അങ്ങനെ 3 ടൈപ്പ് ചീരയാണ് നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ട് എറിഞ്ഞ സവാള, പച്ചമുളക് ഇതിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചീരയൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് അരയ്ക്കാനായിട്ട് പീര കുറച്ചെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, അതേപോലെ തന്നെ മല്ലി ഉണ്ടെങ്കിൽ മല്ലി, അല്ലെങ്കിൽ മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജീരകം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചീര ഏകദേശം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അതായത് ആ മിക്സി കഴുകിയിട്ടുള്ള ആ വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് ചേർക്കുന്നുണ്ട്. പരിപ്പ് നമ്മൾ അല്പം മുന്നേ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തതാണ്. അല്പം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമുക്കൊരല്പം ചാറോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ആ പരിപ്പ് വേവിച്ച കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി ചാറായിട്ടല്ല ഞാനിത് വെക്കുന്നത്. സിമ്പിളായിട്ടുള്ള ചെറിയൊരു തീരെ ഡ്രൈ ആയിട്ടുള്ള കറിയല്ല, അതൊരു മീഡിയം ഗ്രേവിയിലാണ് ഇത് വരുന്നത് കേട്ടോ. നമ്മളിതിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പരിപ്പ് കൂടി ചേർക്കുന്നതോടുകൂടി പേശികളുടെ വളർച്ചയ്ക്കും ബലത്തിനും എനർജിക്കും ഒക്കെ അത് സഹായകരമാണ്. ഗർഭിണികൾക്ക് ഒക്കെ ഫോളിക് ആസിഡൊക്കെ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഫോളിക് ആസിഡ് ഇതിലുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഒരുപാട് തരം ഇലക്കറികൾ നമ്മുടെ പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ചീരയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചച്ചീരയാണോ ചുവപ്പ് ചീരയാണോ കൂടുതൽ നല്ലത്? ഇത് പൊതുവേ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഓക്സലേറ്റുകളുടെ അളവിലുള്ള വ്യത്യാസമാണ്. പച്ചച്ചീരയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചുവന്ന ചീരയിൽ ഓക്സലേറ്റുകളൊന്നുമില്ല. അതിനാൽ തന്നെ നമ്മുടെ കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരില്ലേ, അവർ പച്ചച്ചീര ഉപയോഗിക്കാതിരിക്കുക. അതിനു പകരം ചുവന്ന ചീര തിരഞ്ഞെടുക്കുക. ഷുഗറൊക്കെ ഉള്ളവർക്കും ചീര ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്